Dear students, today we are going to discuss about communication over additive Gaussian noise channel. We will also discuss about likelihood function in this video, and we need some of the slides or some of the details from the conversion of continuous AWN channel into a vector channel. So that is in the previous video. So I have included some of the slides of that video also. Let us see. First of all, in the previous video we have discussed about the model of the AWGN channel. So whenever in the case of examination, if the question is asked for communication of over additive Gaussian noise channel, you should start from here. Okay, so first of all you should you should draw this model of AWGN channel. That means additive white Gaussian noise channel. There will be transmitted signals Si of t. Noise will be included in the channel, that is AWGN channel, and received signal will be X of t. So that we have discussed in the previous video. And in the case of a correlation receiver, at the receiver side, we will be receiving the transmitted signal Si of t, and here it is represented by Si of t, but actually the received signal will have the noise part also. So we should have right here X of t. So this X of t will be first multiplied by the different orthonormal basis functions and then integrated to a limit 0 to t dt. So we will be obtaining different vector components. So the signal transmitted will be converted into different vectors. So here we will be receiving X of t and we will be obtaining x1, x2, etc. up to xn here. So we can represent X of t as Si of t plus W of t, where t is in between 0 to t and I is equal to 1 to etc. up to m. സോ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ AWGN ചാനലിൻ്റെ കേസിലുള്ള ഡയഗ്രാം വരയ്ക്കുക. അതുപോലെ തന്നെ കോറിലേഷൻ റിസീവറിൻ്റെ കേസിലാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഴുതിയാൽ മതി. എന്ത് കോറിലേഷൻ റിസീവറിൻ്റെ കേസിലാണെങ്കിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു SI of t പ്ലസ് W of t ആയിരിക്കും. കാരണം വൈറ്റ് ഗോഷ്യൻ നോയ്സ് ഒറിജിനൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലായിട്ട് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ റിസീവ് ചെയ്യുന്ന സിഗ്നലിന് നമ്മൾ എക്സ് ഓഫ് ടി എന്ന് എഴുതാമെന്ന് പറയാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഓവർ അഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയ്സ് ചാനൽ എന്നാണ് ചോദിക്കുന്നത്, ഡയറക്റ്റ് ഈ ഇക്വേഷൻ എഴുതുക. ഓക്കെ, ഇത് മൊത്തം എക്സ്പ്ലനേഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി അതിൽ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? XJ എന്ന് പറയുന്ന സിമ്പിൾ, ഈ ഒരു കാര്യം കൂടി എഴുതാം. W of t എന്ന് പറയുന്നത് ഗോഷ്യൻ നോയ്സ് പ്രോസസ്സാണ്. അതിന് 0 മീനും പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി N0/2 ആയിരിക്കും. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ് ഓഫ് ടി റിസീവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്റർ വാല്യൂ എന്ന് പറയുന്നത്, സാമ്പിൾ വാല്യൂ എന്ന് പറയുന്നത് XJ ആയിരിക്കും. അപ്പോൾ XJ എന്ന് പറയുന്നത് ക്യാപിറ്റൽ XJ എന്നുള്ള റാൻഡം വേരിയബിളിൻ്റെ സാമ്പിൾ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ XJ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഈ ക്യാപിറ്റൽ XJ എന്ന് പറയുന്നത് റാൻഡം വേരിയബിളിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്മോൾ XJ എന്ന് പറയുന്നത് സാമ്പിൾ വാല്യൂവിനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു റാൻഡം വേരിയബിളായ XJയിൽ ഡിഫറെൻറ്റ് സാമ്പിൾ വാല്യൂസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സാമ്പിൾ വാല്യൂവിൻ്റെ, അതായത് ഉദ്ദേശിക്കുന്ന സാമ്പിൾ വെക്ടറാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ x1, x2, etc. up to xn വരെയുള്ള കാര്യമാണ്. അപ്പോൾ XJ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to t x of t into 5j of t into dt എന്ന് നമുക്ക് എഴുതാം അല്ലേ? എങ്ങനെയാണത് കിട്ടുന്നത്? ഈ ഒരു കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ടാണിത് അല്ലേ? കോറിലേറ്ററിൽ അങ്ങനെ ഫസ്റ്റ് ഈ ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ സോ യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് XJ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t x of t into 5j of t into dt. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷൻ, നെക്സ്റ്റ് ഇക്വേഷൻ യു ഷുഡ് റൈറ്റ് ദിസ് ഇക്വേഷൻ. XJ ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് SIJ പ്ലസ് WJ, വേർ SIJ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t SI of t into 5j of t. സിമിലർ WJ of t ഈക്വൽ ഇൻ്റഗ്രൽ 0 to t W of t into 5j of t into dt. അതായത് ഈ ബ്രാക്കറ്റിലുള്ള സാധനത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നത് മാത്രം. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഇത് we can say that XJ has two components. First is the deterministic part and the second is the random part. അല്ലേ? അപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് പാർട്ട് അതിന് ഡിറ്റർമൈൻഡ് വാല്യൂ ഉണ്ടായിരിക്കും. SIJയിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കും. WJയിലാണ് നോയ്സ് ആയതുകൊണ്ട് അതിലാണ് അൺസർട്ടനിറ്റി ഉണ്ടാവുക. അത് ചാനലിലാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കോറിലേറ്റർ ഔട്ട്പുട്ട് എന്താണ്? XJ എന്ന് എഴുതി കൂടെ നമുക്ക് അല്ലേ? അല്ലേ, കോറിലേറ്റർ ഔട്ട്പുട്ട് ഇതല്ലേ? കോറിലേറ്റർ ഔട്ട്പുട്ട് ഇതെന്താണ്? ഇവിടെ കിട്ടുന്ന X of t ആണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ x1, x2, etc. up to xn ആണ് കിട്ടുക. അപ്പോൾ അതിന് XJ ആണ് കോറിലേറ്റർ ഔട്ട്പുട്ട്. അതിനെ സെറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് കോറിലേറ്റർ ഔട്ട്പുട്ട് ഇസ് XJ where j equal to 1 to etc. up to n. So let us see, X of t is a Gaussian random process. അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഗോഷ്യൻ റാൻഡം പ്രോസസ് ആയിരിക്കാം. അതായത് അതിന് എന്ത് വാല്യൂ വേണമെങ്കിലും റിസീവ് ചെയ്യും, കാരണം നോയ്സ് എഫക്റ്റ് ചെയ്യുന്നതാണ് അല്ലേ?
അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ക്യാപിറ്റൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു എസ് ഐ ഓഫ് ടി പ്ലസ് ഡബ്ല്യു ഓഫ് ടി. സോ സിൻസ് എക്സ് ഓഫ് ടി ഈസ് എ ഗോഷ്യൻ റാൻഡം പ്രോസസ്സ്, ദിസ് എസ് ഐ ഓഫ് ടി പ്ലസ് ഡബ്ല്യു ഓഫ് ടി ഈസ് ഓൾസോ ഗോഷ്യൻ. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈസ് എ ഗോഷ്യൻ റാൻഡം വേരിയബിൾ എന്ന് പറയും. ഈ എക്സ് ഓഫ് ടിക്ക് ഡിഫറെൻറ്റ് സാമ്പിൾ വാല്യൂസ് ഉണ്ട്. ആ സാമ്പിൾ വാല്യൂ എന്താണ്? ഗോഷ്യൻ റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ് ജെ എന്ന് പറയുന്നത് ക്യാരക്ടറൈസ് ചെയ്യുന്നത് അതിൻ്റെ മീനായ സീറോ മീനും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ വേരിയൻസ് എന്താണ് N0/2 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നോയ്സ് പ്രോസസ് ആയതിലുള്ള ഡബ്ല്യു ഓഫ് ടിയും എന്തായിരിക്കും? സീറോ മീനും അതുപോലെ തന്നെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്തായിരിക്കും? N0/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ കാര്യം. ഒരു ഡബ്ല്യു ഓഫ് ടി എസ് ഐ ഓഫ് ടീൻ്റെ വാല്യൂം അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഓരോ കോൺസ്റ്റൻറ്റ് പാർട്സിനും സീറോ മീനും അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി N0/2 ആയിരിക്കും. പക്ഷേ ഇതിലുള്ള എക്സ് ജെ എന്ന് പറയുന്നത് സാമ്പിൾ വാല്യൂവിൻ്റെ മീൻ എന്ന് പറയുന്നത് സാമ്പിൾ വാല്യൂ സീറോ മീൻ ആണല്ല. സി, ഇവിടെയാണ് കിട്ടുന്ന സാമ്പിൾ വാല്യൂ എന്ന് പറയുന്നത്. സാമ്പിൾ വാല്യൂ x1 x2 x ആണ്. അതിൻ്റെ വാല്യൂ എന്താണ്? ശരിക്കും റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ വാല്യൂ ഡിറ്റർമിനിസ്റ്റിക് പാർട്ട് എന്ന് പറയുന്നത് S11 SI1 SI2 SI3 ആണ്. അതാണ് നമ്മൾ ശരിക്കുള്ള ഡിറ്റർമിനിസ്റ്റിക് പാർട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മീൻ എന്ന് പറയുന്നത് എക്സ് ജെയുടെ മീൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? SIJ ആയിരിക്കും. വേരിയൻസസ് എന്ന് പറയുന്നത് വേരിയൻസ് എന്ന് പറയുന്നത് N0/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൽ എഴുതേണ്ട കാര്യം എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എസ് ഐ ഓഫ് ടി ഡബ്ല്യു ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ തന്നെ ഇത് ഡിറ്റർമിനിസ്റ്റിക് പാർട്ടും ഇത് റാൻഡം പാർട്ടും ആണ് ഉള്ളത്. അപ്പോൾ അതിൽ ഈ ഡബ്ല്യു ഓഫ് ടി എന്ന് പറയുന്നത് സീറോ മീനും അതുപോലെ തന്നെ N0/2 ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റിസീവ് ചെയ്തിട്ട് കോറിലേറ്റഡ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന സിഗ്നൽ എക്സ് ജെ ആണ്. ആ എക്സ് ജെക്ക് എന്തായിരിക്കും? അതിൻ്റെ മീൻ എന്ന് പറയുന്നത് SIJ ആൻഡ് വാരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? വാരിയൻസ് എന്ന് പറയുന്നത് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ വാല്യൂ എത്രയാണ്? N0/2 ആണ്. അപ്പോൾ ഈ നോയ്സ് പ്രോസസ്സിൻ്റെ മീൻ എന്ന് പറയുന്നത് സീറോ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി N0/2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യം ഈ ഒരു ഇതിൽ ഓർത്ത് വെക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കോറിലേറ്റഡ് ഔട്ട്പുട്ടിൻ്റെ ഒരു വെക്ടറായിട്ട് എഴുതുകയാണെങ്കിൽ x = x1 x2 xn എന്നുള്ള ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദി correlator output as a vector x and whose values are matrix x1 x2 etc. up to xn. Okay, അപ്പോൾ നെക്സ്റ്റ് വി ക്യാൻ ഡിഫൈൻ ദി കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് റിസീവിങ് എ സിഗ്നൽ വൈൽ വി ആർ ട്രാൻസ്മിറ്റിംഗ് MI or another signal SI of t. Okay, so actually that is called a likelihood function. So we can write see, this is also a part of this transmission over the additive white Gaussian noise channel. So you should write it here. If you are asked for likelihood function, you can start from here. Okay, so first of all, likelihood function, the conditional probability density function of the vector x given that the symbol MI or SI of t is transmitted is given by fx of x bar MI equal to pi of pi j equal to 1 to n fxj of xj bar MI, that is where I equal to 1 to etc. to m. So നമ്മൾ SI of t എന്നുള്ളൊരു സിമ്പിൾ അയച്ചിട്ട് അല്ലെങ്കിൽ MI എന്നുള്ളൊരു സിമ്പിൾ അയച്ചിട്ട് ഇക്വേഷൻ ചെയ്തിരിക്കുന്ന MI വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ SI of t എന്നുള്ളൊരു സിമ്പിളാണ് അയക്കുന്നത് ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ MI എന്നുള്ളൊരു സിമ്പിളാണ് അയക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എന്നുള്ള വെക്ടർ റിസീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് എന്ത് പറയുന്നത്? കണ്ടീഷണൽ എന്ന് പറയുന്നത് ഒന്ന് അയച്ചിട്ട് അടുത്തത് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ fx of x bar MI എന്ന് പറയാം. അപ്പോൾ നമുക്ക് കിട്ടേണ്ട എക്സ് ആണെങ്കിൽ വേറെ ഏതെങ്കിലും സിമ്പിൾ അയച്ചിട്ട് എക്സ് കിട്ടാനുള്ള സാധ്യത നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. fx of x bar MI equal to, അതെങ്ങനെയാണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദി പൈ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഡക്റ്റ് അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് ദി കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ കോമ്പണൻസ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ? അത് ഏതെങ്കിലും ഒരു MI എന്നുള്ള സിമ്പിൾ അയച്ചിട്ട് എക്സ് റിസീവ് ചെയ്യാനുള്ള കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എങ്ങനെ? fx of x bar MI എന്ന് കിട്ടുന്നത് എങ്ങനെയാണ്? ഡിഫറെൻറ്റ് കമ്പണൻസിൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റീൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ അതിനാണ് പൈ എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പൈ എന്ന് യൂസ് ചെയ്യുന്നത്. പൈ j equal to 1 to n fxj of xj bar MI, അതായത് MI അയച്ചിട്ട് x1 കിട്ടാനുള്ള സാധ്യത, MI അയച്ചിട്ട് x2 കിട്ടാനുള്ള സാധ്യത, MI അയച്ചിട്ട് അങ്ങനെ xm വരെ കിട്ടാനുള്ള സാധ്യതയുള്ള കണ്ടീഷണൽ പ്രോബബിലിറ്റീനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നതാണ് MI അയച്ചിട്ട് നമുക്ക് x കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ fx of x bar MI ഈസ് കോൾഡ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. അപ്പോൾ ഈ
അതായത് നമുക്ക് കിട്ടേണ്ട സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ് കിട്ടേണ്ടത് അല്ലേ. ഇത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നതിൻ്റെ ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് വെക്ടർ ഇതാണല്ലേ. അപ്പോൾ MI അയച്ചിട്ട് ഇതിൽ ഓരോ ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് വെക്ടർ കിട്ടാനുള്ള സാധ്യതയെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് fx ഓഫ് x ബാർ MI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെന്താണ് പറയുന്നത്, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ദിസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ fx ഓഫ് x ബാർ MI ഈസ് കോൾഡ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ വേർ i ഈക്വൽ ടു 1 to x അറ്റ് m. സോ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഐക്ക് പകരം L എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എഴുതുമ്പോൾ നോട്ട് എഴുതുമ്പോൾ I എന്ന് എഴുതുക. ഓക്കെ, അത് ക്യാപിറ്റൽ ലെറ്റർ മൊബൈലിൽ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കാണ്. ഓക്കെ, ഇവിടെ MI ആണ്, ഇവിടെ I ആണ്. ഓക്കെ, ഇത് SI ആണ്, ഇവിടെ MI ആണ്. ഓക്കെ, so conditional probability density function will have the equations when we are substituting the mean and variance. We will be getting 1 by root 2 sigma square pi e raised to minus of x minus mu all square by 2 sigma square, where sigma square is the variance and mu is the mean. സോ ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ മുമ്പ് മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിൻ്റെ ഇക്വേഷനാണ് 1 by root 2 sigma square pi e raised to minus of x minus mu all square by 2 sigma square. സിഗ്മ സ്ക്വയർ വേരിയൻസ് ആണ്, mu എന്ന് പറയുന്നത് എന്താണ്, മീൻ ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി വാല്യൂ ഓഫ് ദി മീനിൻ്റെ വാല്യൂ എത്രയാണോ, എക്സ് സിമ്പിൾ അയക്കുമ്പോൾ മീനിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ഈ സ്ലൈഡിൽ പറയണല്ലേ. അതിൻ്റെ വാല്യൂ എക്സിൻ്റെ മീൻ എത്രയാണ്, മീൻ എന്ന് പറയുന്നത് SIJ ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, N0/2 ആണ്. ഓക്കെ, അപ്പോൾ XJ എന്നുള്ള സിമ്പിൾ അയക്കുമ്പോൾ മീൻ എന്ന് പറയുന്നത് XIJ ആണ്. വാരിയൻസ് എന്ന് പറയുന്നത് N0/2 ആണ്. റാൻഡം, അതായത് XJ എന്നുള്ള റാൻഡം വേരിയബിളിൻ്റെ കേസിലുള്ള മീനും വാരിയൻസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഇക്വേഷനിലേക്ക്. സോ വി വിൽ ബി ഗെറ്റിംഗ് ഇൻസ്റ്റെഡ് ഓഫ് സിഗ്മ സ്ക്വയർ വി ക്യാൻ റൈറ്റ് N0/2 and instead of mu we can write mu എന്ന് പറയുന്നത് മീനാണ്, മീന് പകരം SIJ എന്ന് കൊടുക്കാം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് fxj ഓഫ് xj ബാർ MI ഈക്വൽ ടു 1 by root pi N0. 1/2 1/2 ക്യാൻസൽ ആയി പോയിട്ടാണ് root pi N0 കൂട്ടുന്നത്. e raised to minus 1 by N0 xj മൈനസ് SIJ ഹോൾ സ്ക്വയർ. മ്യൂക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, SIJ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കിയൊക്കെ അതേപോലെ നിൽക്കും. അപ്പോൾ വേറെ i ഈക്വൽ ടു 1 to x അറ്റ് m, j ഈക്വൽ ടു 1 to x അറ്റ് n. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ കേസിൽ റാൻഡം വേരിയബിൾ XJയുടെ കേസിൽ MI അയച്ചിട്ട് XJ റിസീവ് ചെയ്യാനുള്ള ചാൻസിൽ അതിനെ മീനും വാരിയൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. അപ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ 415 ഇൻറ്റു ഇക്വേഷൻ 414, അത് ഈ ഇക്വേഷനിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റിൻ്റെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്, എക്സ് കിട്ടാനുള്ള സാധ്യതയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ XJ കിട്ടാനുള്ള സാധ്യത fxj ഓഫ് xj ബാർ MI ഓരോ സിമ്പിളും കിട്ടാനുള്ള സാധ്യതയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ഈ ഒരു സിമ്പിൾ എക്സ് കിട്ടാനുള്ള ഇത് കിട്ടാനുള്ള സപ്പോസ് x1 കിട്ടാനുള്ള സാധ്യതയാണ് ഇതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ x2 കിട്ടാനുള്ള സാധ്യതേൻ്റെ ഇക്വേഷനാണ് ഇത്, അല്ലെങ്കിൽ S3 കിട്ടാനുള്ള XJ എന്നത് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്, അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ x എന്നുള്ള വെക്ടർ റിസീവ് ചെയ്യുന്ന സിഗ്നൽ x കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം എന്താണ്, പ്രൊഡക്റ്റാണ് അല്ലേ, കണ്ടീഷണൽ പ്രോബബിലിറ്റിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ ഈ 415 എന്നുള്ളത് ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 414 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 414 എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, fxj ഓഫ് xj ബാർ MIക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ വരും, x1 ബാർ x1 M1, f ഓഫ് x2 ബാർ MI, അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കുറേ ടേംസ് ഉണ്ടാവില്ല. എത്ര ടേംസ് ഉണ്ടാവും, j ഈക്വൽ ടു 1 to n ടേംസ് ഉണ്ടായിരിക്കും. അപ്പം എന്ത് വരുന്നത് വെച്ചാൽ പ്രൊഡക്റ്റ് എന്താവും നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ എഴുതിയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതാം. 1 by root pi N0 എത്ര പ്രാവശ്യം വരും, n ടൈംസ് വരും അല്ലേ. അപ്പോൾ അതിനെങ്ങനെ pi N0 ഹോൾ റേസ്റ്റ് മൈനസ് 1/2, ഇത് റൂട്ട് 1/2 ഹോൾ റേസ്റ്റ് 1/2 എന്ന് എഴുതാം. അത് മുകളിലേക്ക് വരുമ്പോൾ -1/2 എന്ന് വരും. അപ്പോൾ ഇത് n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യപ്പെടും, അതുകൊണ്ട് pi N0 ഹോൾ റേസ്റ്റ് -n/2 എന്ന് വരും. ഇനി എക്സ്പോണൻഷ്യലിൻ്റെ ടേമിലും അതുപോലെ തന്നെ അത് എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യപ്പെടും, n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. അപ്പോൾ എന്നാൽ n ടൈംസ് ഒരു റേസ് ടു ടേം മൾട്ടിപ്ലൈ ആഡ് ചെയ്യുന്നതിന് സിമിലർ ആണല്ലേ. അപ്പോൾ -1 by N0, അപ്പോൾ ആ ആഡ് ചെയ്യുന്ന ടേം കാണിച്ചാണ് സിഗ്മ j ഈക്വൽ ടു 1 to n xj മൈനസ് SIJ ഹോൾ സ്ക്വയർ വേർ i ഈക്വൽ ടു 1 to x ടൈം. അപ്പോൾ ഇതാണ് ഈ എക്സ് എന്ന് പറയുന്ന സിമ്പിൾ റിസീവർ സൈഡിൽ എക്സ് റിസീവ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് റിസീവ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റൻറ്റ് കോമ്പണൻസ് റിസീവ് ചെയ്യാനുള്ള സാധ്യതയുടെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഓരോ കോൺസ്റ്റൻറ്റ് കോമ്പണൻസിൻ്റെയും കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക, n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂസിങ് ദിസ് ഇക്വേഷൻ 416 it is possible to make decision regarding which symbol MI is transmitted.
സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഏത് സിമ്പലാണ് ട്രാൻസ്മിറ്റ് ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു എക്സാമിന് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാത്രം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഇത് എഴുതുക. ഇനി ട്രാൻസ്മിഷൻ ഓവർ വൈറ്റ് ഗോഷ്യൻ നോയ്സ് ചാനൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക, AWGN ചാനൽ മുതൽ. ഓക്കെ, ആദ്യം അതിന് എന്തായിട്ട് വെക്ടേഴ്സായിട്ട് മാറ്റുന്ന രീതിയിൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ലൈക്ലിഹുഡ് ഫംഗ്ഷനും കൂടി എഴുതണം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. താങ്ക് യു.